ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ജേണിയാണ് കേട്ടോ. ഞാൻ എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആണ് ഉപയോഗിച്ചത്, അതല്ല എങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ സ്കിൻ ടോൺ ആദ്യത്തേൽ നിന്ന് ഇമ്പ്രൂവ് ആയെന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. എന്നെ ആദ്യം അറിയാവുന്നവർക്കറിയാം, എനിക്ക് എൻ്റെ സ്കിൻ ടോൺ കുറച്ച് ഡള്ളായിരുന്നു. അതിന് ശേഷം ഞാൻ ഒരുപാട് ഇപ്പോൾ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം എന്നെ കാണുന്നവർ ആദ്യം തന്നെ ചോദിക്കുന്നത് നീ എന്ത് ചെയ്തിട്ടാണ് നിറം വെച്ചതെന്നാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മാത്രമല്ല ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ എൻ്റെ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴുള്ള ആ ഒരു ഏജിലുള്ള ആ ഒരു ടൈമിലുള്ള എൻ്റെ ഒരു ഫോട്ടോ, എൻ്റെ ആകെ ആ ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നും തപ്പിയിട്ട് കിട്ടിയില്ല. ഞാൻ ഈ കൂട്ടത്തിലോട്ട് ആഡ് ചെയ്യാട്ടെ. അപ്പോൾ ഈ ഒരു സ്കിൻ ടോണിൽ നിന്നാണ് ഞാൻ ഇപ്പോഴത്തെ ഒരു ട്രാൻസ്ഫർമേഷൻ ആയത്, ഈ ഒരു ഇതിലോട്ട് മാറിയത്. എൻ്റെ ഫേസ് ഓയിലി സ്കിന്നായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ആദ്യം എൻ്റെ മുഖം നിറച്ച് കുരുക്കളുണ്ടായിരുന്നു. കുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഇല്ലാത്ത രീതിക്ക് 2 കവിളത്തും കുരുക്കളായിരുന്നു. അതും പഴുത്തൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, എല്ലാ കുരുവും ഒരുമിച്ച് വന്ന് പഴുത്ത് നിൽക്കുക. ഇത് പഴുത്ത് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ആണി ഉണ്ടാവില്ല അതിൻ്റെ അകത്ത്, അത് കുത്തിപ്പൊട്ടിക്കൽ എൻ്റെ മെയിൻ ഹോബിയായിരുന്നു കേട്ടോ. ആ ആണി ഞെക്കി പൊട്ടിക്കുക, അതിൻ്റെ അകത്തുനിന്ന് പുറത്ത് വന്ന് ആനന്ദം കണ്ടെത്തുക പറയില്ലേ, ആ ഒരിത്. അപ്പോൾ ആദ്യമൊക്കെ എൻ്റെ വീട്ടിൽ പറയുമായിരുന്നു ഇങ്ങനെ കുരു ഒന്നും പൊട്ടിക്കാൻ കൊള്ളൂല, തന്നെ പോകണം, പൊട്ടിച്ച് കഴിഞ്ഞാൽ കുഴിയാവും എന്ന് പറയും. പക്ഷെ ഞാൻ എന്താ വക വെച്ചിട്ടില്ല, അതിൻ്റെ കുഴി എൻ്റെ ഫേസിൽ കാണാൻ പറ്റൂ കേട്ടോ. എന്ന് പറഞ്ഞാൽ ഓയിലി സ്കിന്നാണേലും ഞാൻ ഓയിൽ ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസോ ഒന്നിനും ഒരു കുറവ് വരുത്തൂലായിരുന്നു കേട്ടോ. കൈ കിട്ടുന്നതൊക്കെ കഴിക്കുമായിരുന്നു. എനിക്ക് ചോറിനേക്കാൾ കൂടുതൽ ഇഷ്ടം ബേക്കറി ഐറ്റംസ് ആണെന്ന് തന്നെ പറയാം. അപ്പോൾ എല്ലാവരും പറയുന്ന ഫുഡിൽ കൺട്രോൾ ചെയ്യുക, ഓയിലി ഫുഡ് കുറയ്ക്കാന്നൊക്കെയല്ലേ ഡോക്ടേഴ്സും പറയാം. പക്ഷെ ഞാൻ ഒന്നും ശ്രദ്ധിക്കലുണ്ടായില്ല. അങ്ങനെ ഇതുപോലെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫേസ് നിറച്ച് കുരുവാണ്. അവളിങ്ങനെ ഡോക്ടറെ കണ്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് ക്ലിൻഡാമൈസിൻ്റെ ഫോസ്ഫേറ്റ് ജെല്ല് അത് യൂസാക്കിയിട്ടാ. അത് യൂസാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ കുരു എല്ലാം തന്നെ പോയി. അത് ഡെയിലി നൈറ്റ് യൂസാക്കിയിട്ട് കുരുക്കളെല്ലാം തന്നെ പോയി, ഫേസ് ക്ലിയറായി. അതോട് കുരു പോയി കഴിഞ്ഞാൽ അത് യൂസായി കഴിഞ്ഞപ്പോൾ ചെറിയൊരു സ്കിൻ ടോണും അങ്ങനെ അത്ര ഭയങ്കരമായിട്ട് വെളുത്തു എന്നല്ല, ആ ഒരു സ്കിൻ ടോണിൽ അപ്പോഴത്തെ ആ ഒരു അവസ്ഥയിൽ നിന്നും ചേഞ്ച് വന്നായിരുന്നു. കാരണം ആദ്യമൊക്കെ കവിള് നിറച്ച് കുരു വന്നിട്ട് ആ പൊട്ടിച്ചതിൻ്റെ കറുത്ത പാടുകളും അതുപോലെ കുരുവും അങ്ങനെ ഭയങ്കര ഒരു ഇതായിരുന്നു. അത് യൂസാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഫേസ് ക്ലിയറായി. അതോടുകൂടി തന്നെ ആ ഒരു സ്കിൻ ടോണിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും സൗന്ദര്യത്തിൽ കറുപ്പിന് വെളുപ്പിന് എന്ത് സ്ഥാനം എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും നമ്മളെല്ലാവരും നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഇതുണ്ടാവുമല്ലോ. എനിക്ക് എന്നെ ഇങ്ങനെയാണ് കാണാൻ ആഗ്രഹം എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പുറകെ എല്ലാവരും പോകും. നോർമലി എല്ലാ ഗേൾസും പോകുന്ന പോലെ തന്നെ ഞാനും അതിൻ്റെയൊക്കെ പിന്നാലെ ഒരുപാട് നടന്നു. അങ്ങനെ ഇവർ പറയുന്ന ക്രീമുകൾ അത് ഇതൊക്കെ യൂസാക്കാൻ തുടങ്ങി. ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ ഇത്ര ഇതുണ്ടായില്ല, ഇൻഫ്ലുവൻസേഴ്സിന് നമ്മുടെ ഇടയിൽ ഇത്ര സ്ഥാനം ഉണ്ടായില്ല. ഞാൻ +2 പഠിക്കുന്ന ആ ഒരു ടൈമിൽ ബ്യൂട്ടി വ്ളോഗേഴ്സൊക്കെ വളരെയധികം കുറവാണ്. പിന്നീട് ക്ലിൻഡാമൈസിൻ തന്നെ എനിക്ക് നല്ല രീതിക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിനുശേഷം ഓരോരുത്തരും ഈ ക്രീം ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയെന്ന് പറയും ആ ക്രീം മേടിക്കും. അങ്ങനെ ഒരുപാട് ഹാംഫുള്ളായ ക്രീം നമുക്കിടയിൽ ഉണ്ടായിരുന്നല്ലോ. എൻ്റെ സിസ്റ്ററിൻ്റെ ഒരു ഫ്രണ്ട് കെൻസ ഉപയോഗിച്ചിട്ട് കളർ വന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് മേടിച്ച് യൂസാക്കി. അതുപോലെ ഗോറി മേടിച്ച് യൂസാക്കിയിട്ട് ഡേ ആൻഡ് നൈറ്റ് ക്രീം. ഗോറിയിൽ എനിക്ക് നല്ല സ്കിൻ ടോണിന് ചേഞ്ച് ഒക്കെ വന്നായിരുന്നു. പക്ഷെ നമ്മുടെ സ്കിന്ന് ഓയിലിൽ നിന്നും ഭയങ്കര ഡ്രൈ സ്കിന്നിലോട്ട് എൻ്റെ സ്കിന്നിൻ്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോയായിരുന്നു. എന്താ പറയുക, സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയ ഒരു അവസ്ഥയിലൊക്കെ വന്നിരുന്നത്. പിന്നെ ഞാൻ യൂട്യൂബ് നോക്കി ഓരോരോ DIYs ചെയ്യാൻ തുടങ്ങി ഡെയിലി. ഇപ്പോൾ ചിലർ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ പറയാറുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പറയുക, നിങ്ങൾ ഓരോ ദിവസം വന്നിട്ട് ഇത് ചെയ്തിട്ടാണ് വെളുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നവർ എന്താണ് വിചാരിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ അവർ ഓരോ ദിവസം പരീക്ഷിക്കുന്ന പോലെ ഇവർ ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റും ഞാനും പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ചിലപ്പോൾ ഒരു ദിവസം കാപ്പിപ്പൊടി ഇട്ടിട്ടാണെങ്കിൽ പിറ്റേ ദിവസം മഞ്ഞപ്പൊടി ഇട്ടിട്ടായിരിക്കും. അങ്ങനെ അടുക്കളയിൽ കിട്ടുന്ന സകല സാധനങ്ങളും ഞാൻ എൻ്റെ ഫേസിൽ പരീക്ഷിച്ചിട്ടാണ്. പിന്നെ ഈ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ഒരു സമയമുണ്ടല്ലോ, പുറത്തെങ്ങും ഇറങ്ങാണ്ടൊക്കെ, ആ ഒരു സമയത്തൊക്കെ എന്താ പറയുക, വീട്ടിൽ ആ റെസ്റ്റ് എടുത്ത ആ സമയത്തൊക്കെ വീട്ടിൽ മുളക് പൊടിയും മല്ലിപ്പൊടി ഒഴിച്ച് ബാക്കി അടുക്കളയിൽ ഇരിക്കുന്ന സകല സാധനങ്ങളും ഞാൻ എൻ്റെ ഫേസിൽ പരീക്ഷിച്ചിട്ടുണ്ട്. ചെറുപയർ, അതുപോലെ കടലപ്പൊടി, ഓട്സ്, പിന്നെ കോൺഫ്ലവർ പൊടി, മഞ്ഞപ്പൊടി, അങ്ങനെ പറയാൻ ബാക്കിയൊന്നുമില്ല. ഉപ്പും മുളകും ഒഴിച്ച് ബാക്കിയല്ല. അന്ന് തന്നെ എൻ്റെ ഉമ്മച്ചി കളിയാക്കുകയും ചെയ്തിട്ടുണ്ട്. വെളുക്കൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് പൊടി ഒരു വാരത്തേക്കൂന്ന് പറഞ്ഞുകൊണ്ട്.
അങ്ങനെ സകലതും ഓരോ ദിവസവും മാറ്റി. എൻ്റെ ഫ്രിഡ്ജിൽ ഫുഡ് ഐറ്റംസ് ഇരിക്കുന്നതിനേക്കാളൊക്കെ കൂടുതൽ ഞാൻ ഉണ്ടാക്കിയ ഫേസ് പാക്കുകളായിരിക്കും. അതായത് ഇന്ന് ഉരുളക്കിഴങ്ങ് ഇടുന്നെങ്കിൽ നാളെ ചെറുപയർ വേവിച്ചതായിരിക്കും. ഇതൊക്കെ മുഖത്തിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ ഐറ്റംസ് ഒക്കെ ഫേസിൽ യൂസ് ആക്കിക്കൊണ്ടിരുന്നത്. അത് ഓരോ ദിവസം എനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് തന്നിട്ടുണ്ട് കേട്ടോ. ചെറുപയർ പാക്കൊക്കെ എനിക്ക് നല്ല സ്കിന്നിന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ പൊട്ടറ്റോ പാക്ക് എല്ലാം നല്ല മാറ്റങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഒരു പരിധിവരെ ഹോം റെമഡീസ് തന്നെയാണ് കേട്ടോ എന്നെ ഇതിലോട്ട് മാറ്റിയത്, അല്ലെങ്കിൽ നല്ല ചേഞ്ച് എനിക്ക് തന്നത്. കാരണം ഡെയിലി ഞാൻ പാക്ക് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നാൽപ്പാമരാതി കേരം ഓയിലില്ലേ, ആ ഒരു തൈലം ഞാൻ ഡെയിലി ഫേസിൽ യൂസ് ആക്കാറുണ്ട്. അതെനിക്ക് നല്ല റിസൾട്ട് തന്നിട്ടുണ്ട്. പിന്നെ മഞ്ഞൾ ഓയിൽ പച്ചമഞ്ഞൾ ഇട്ടിട്ട് മഞ്ഞൾ ഓയിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഉപയോഗിക്കാറുണ്ട്. അതെനിക്ക് നല്ല മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ പ്രോഡക്ട്സ് അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ് ഞാൻ ഒരുപാട് ഉപയോഗിച്ചായിരുന്നു. പിന്നെ റീസെൻ്റ്ലി ഞാൻ ഗ്ലൂട്ടാഹയ വാസ്ലിൻ്റെ അത് കണ്ടിട്ട് അത് മേടിച്ച് ഡെയിലി യൂസ് ആക്കുന്നുണ്ട്, മോയ്സ്ചറൈസർ പോലെ. അപ്പോൾ അതെനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ റീസെൻ്റ്ലി ഞാൻ ഉപയോഗിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഞാൻ ഓർഡറാക്കി മേടിച്ചൊരു ക്രീമാണ് കേട്ടോ. സർട്ടിഫൈഡ് ആയ ഒരു ക്രീം തന്നെയാണ് ഞാൻ യൂസ് ആക്കുന്നത്. ഫേസ് വിൻ്റെ ക്രീമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ കൂടുതലും DIYസോ അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ എന്തെങ്കിലും അറിയാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഡീറ്റെയിൽ വീഡിയോ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ സ്കിൻ ജേണി അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ജേണി വരുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.